ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ വലിയ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ഒരര ഗ്ലാസ് വെള്ളത്തിൽ ഒരു 4 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയാൽ അത് മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്പ് വാനില എസൻസും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു സോസ് പാനിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 4 ഗ്ലാസ് പാലാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. രണ്ടും ഒരുമിച്ച് വേണം വെക്കാൻ. ഇനി ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ അതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് ഞാനത് മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈ ചൂടായ പാലിലേക്ക് ഞാൻ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ചൈന ഗ്രാസ് നല്ലോണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ക്യാരറ്റും പാലും തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർക്കാത്തവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മെൽറ്റായി കഴിഞ്ഞിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സേവിങ് ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് ഞാൻ ഈ ട്രേയിലും ബാക്കി ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റിലുമാണ് സെറ്റാവാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാവുന്നതാണ്. ഇതിൻ്റെ മേലെ ബബിൾസ് എല്ലാം വന്നത് ഒന്ന് ശരിയാക്കിയതിനു ശേഷം നമുക്കിത് ചൂടാറിയാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.